സോ അവന്തികയുടെ ഡൗട്ട് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 51 മുതലേ ഉണ്ടല്ലേ അവന്തിക? ഇഫ് 15 minus 15 division 15 into 6 which is equal to x, then the value of x. ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്ന് ബോർഡ് മാസ് റൂൾ സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് പഠിപ്പിച്ചില്ലേ? ബ്രാക്കറ്റ്, പിന്നെ ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഇവിടെ നോക്കുമ്പോൾ ഇവിടെ സബ്ട്രാക്ഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഡിവിഷൻ ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ സബ്ട്രാക്ഷൻ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണം. സോ 15 മൈനസ് 15 ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 6 വിച്ച് ഈസ് ഈക്വൽ ടു എക്സ്. 15 15 എത്ര തവണ ഉണ്ട്? 1 ടൈം ഉണ്ട്. സോ 15 മൈനസ് 1 ഇൻറ്റു 6 വിച്ച് ഈസ് ഈക്വൽ ടു എക്സ്. 15 മൈനസ് 1 ഇൻറ്റു 6 6. 15 മൈനസ് 6 എത്രയായിരിക്കും ആൻസർ? 15 നിന്ന് 6 പോയാൽ 9. അതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 52 വന്നിട്ട് 3/8 ഡിവിഷൻ 5/3 മൈനസ് 1/6 പ്ലസ് 5/8 ഇസ് ഈക്വൽ ടു. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവന്തികയ്ക്ക് ഡൗട്ട്. സോ ഇവിടെയും തന്നെ ബ്രാക്കറ്റ് ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യണം അല്ലേ? ബ്രാക്കറ്റിൽ എന്തൊക്കെയാണ്? മൈനസ് മാത്രമേ തന്നെ ഫസ്റ്റ് നമ്മൾ ചെയ്യണം. സോ 5/3 മൈനസ് 1/6 എന്ത് ചെയ്യണം? ഇവിടെ 3, ഇവിടെ 6. LCM എടുക്കുക. 3 6ൻ്റെ LCM 6 തന്നെയാണ്. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്തു പോവുക, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 5 ഇൻറ്റു 6 30 മൈനസ് ഉണ്ട്. സോ മൈനസ് 1 ഇൻറ്റു 3 3 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 6 18. 30 മൈനസ് 3 27/18. ഒന്നുകൂടി ചുരുക്കണമെങ്കിൽ 27 3ൻ്റെ ടേബിളിൽ 27 ഉണ്ട്, 18 ഉണ്ട്. 3ൻ്റെ ടേബിളിൽ 27 9 ടൈം, 18 6 തവണ. വീണ്ടും ക്യാൻസൽ ചെയ്താൽ 3 തവണ 2 തവണ. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, 27 9ൻ്റെ ടേബിളിൽ 27 3 തവണ വരും, 18 2 തവണ വരും. സോ 3/2. ഞാനിവിടെ 3/2 എഴുതുന്നു, പ്ലസ് 5/8. ഇനി ഈ ബ്രാക്കറ്റ് വീണ്ടും ഓപ്പൺ ചെയ്യണം. ഇവിടെ ഡിവിഷനാണ് ഉള്ളത്, ഇവിടെ പ്ലസ് ആണ് ഉള്ളത്. ആദ്യം നമ്മൾ ഡിവിഷൻ ചെയ്യണം, പിന്നെയാണ് പ്ലസ് ചെയ്യേണ്ടത്. സോ ഡിവിഷൻ 3/8 ഡിവിഷൻ 3/2 പ്ലസ് 5/8. ഡിവിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ 3/8 ഫ്രാക്ഷനിലെ ഡിവിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിവിഷനെ ഇൻറ്റു സിമ്പിൾ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഉൾട്ടയാക്കണം, 2/3 എന്നാക്കണം. പ്ലസ് 5/8. 3യും 3യും ക്യാൻസലായി. 2 വന്ന് 8ൽ 4 ടൈംസ് ഉണ്ട്. സോ 1/4 പ്ലസ് 5/8. വീണ്ടും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ 1 ഇൻറ്റു 8 8 പ്ലസ് 5 ഇൻറ്റു 4 20 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 8 32. സോ 28/32. വീണ്ടും 4ൻ്റെ ടേബിളിൽ നോക്കുമ്പോൾ 28 വന്ന് 4ൻ്റെ ടേബിളിൽ 7 വരും അല്ലേ? താഴെ 4ൻ്റെ ടേബിളിൽ 8. 7/8 ആണ് ആൻസർ. ഓക്കെ ആണോ അവന്തിക? അടുത്ത ക്വസ്റ്റ്യൻ 53. The value of x which makes the following statement true is. That's a question. 3 7/11 into 11/5 ഡിവിഷൻ 3/7 ഇൻറ്റു എക്സ്. ഇപ്പോൾ രണ്ടും വന്നിട്ട് വിച്ച് ഇസ് ഈക്വൽ ടു 4/3. രണ്ടും വന്ന് കേർവ് ബ്രാക്കറ്റാണ്. സോ ഇതിലേത് വേണമെങ്കിലും നമ്മൾ ആദ്യം എടുത്ത് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ മിക്സഡ് ഫ്രാക്ഷൻ ഇതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുന്നു. എങ്ങനെ? 3 ഇൻറ്റു 11 33. 33 പ്ലസ് 7 40 വരും. 40/11 എഴുതി ഇൻറ്റു 11/5. ഈ 11ഉം 11ഉം ക്യാൻസലായി. 5 40ൽ 8 തവണയുണ്ട്.
സോ ഇവിടെ ഫൈനലായിട്ട് നമുക്ക് 8 ആൻസർ വരുന്നത്. ഡിവിഷൻ ഇവിടെ 3x/7, 3 ഇൻറ്റു എക്സ് എത്രയാണ്? 3x/7 വിച്ച് ഇസ് ഈക്വൽ ടു 4/3. ഇനി ഇവിടെ ഡിവിഷൻ ഉണ്ടല്ലോ, അതിനെ മൾട്ടിപ്ലിക്കേഷൻ ആക്കിയിട്ട് ഈ എക്സ് 3x താഴെ കൊണ്ടുവരും, 7 മേലെ കൊണ്ടുപോകും, വിച്ച് ഇസ് ഈക്വൽ ടു 4/3. ഓക്കെ, ഇനി ഈ എക്സ് പാർട്ട് മാത്രം ആ സൈഡ് കൊണ്ടുപോകും. സോ 7 ഇൻറ്റു 8 എത്ര? 56. ഓക്കെ, ഡിവൈഡഡ് ബൈ ഈ 4 ഈക്വൽ ടു ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ താഴെ വരും. ഈ 3 ഇവിടെ ഡിവിഷനിലുണ്ടല്ലേ, അത് മേലെ പോകും, വിച്ച് ഇസ് ഈക്വൽ ടു ഈ 3x ഇങ്ങോട്ടും വരും. സോ 4 വന്ന് 56ൽ 16 ടൈംസ് ഉണ്ട്. 16 ഇൻറ്റു 3 ഇവിടെ ഇൻറ്റു 3 ആണ് അല്ലേ, ഇവിടെ 3 ഉണ്ട്, 3യും 3യും ക്യാൻസലായി. സോ 16 ഈക്വൽ ടു എക്സ്. മനസ്സിലായ ഇത്? പക്ഷേ നമുക്ക് എന്താ അവിടെ ആൻസറിൽ 16 ഇല്ലല്ലോ. അല്ലല്ല, ഇവിടെ 16 അല്ല കേട്ടോ, 4 ആണ് വരിക. 14 ഇൻറ്റു 4 ആണ് 56. ക്ലിയർ? മനസ്സിലായടാ? 54ാമത്തെ ക്വസ്റ്റ്യൻ. 5% ഓഫ് 10% ഓഫ് 175 grams. ഇതായ എന്താ കയറാത്ത? ഒരു മിനിറ്റ് കേട്ടോ. അമ്മ കുഞ്ഞി ഫാൻ ഇടട്ടെ? Next question. 5% of 10% of 175 grams is equal to what? അപ്പോൾ 5% പറഞ്ഞാൽ 5/100, ഓഫ് പറഞ്ഞാൽ ഇൻറ്റു 10% പറഞ്ഞാൽ 10/100, ഓഫ് പറഞ്ഞാൽ ഇൻറ്റു 175 grams is equal to what? So 10 100ൽ 10 ടൈംസ് ഉണ്ട്, 5 10ൽ 2 ടൈംസ് ഉണ്ട്. അപ്പം മേലെ 1 അല്ല വരുന്നത്. 1 ഇൻറ്റു 1 1, 2 ഇൻറ്റു 100 200 ഇൻറ്റു 175 വിച്ച് ഇസ് ഈക്വൽ ടു വാട്ട്? ഇതിൽ 25 നോക്കിക്കഴിഞ്ഞാൽ 200ൽ 25 8 തവണയുണ്ട്, ഇവിടെ 7 തവണയുണ്ട്. സോ 7/8 ആണ് ആൻസർ. പക്ഷെ നമ്മളുടെ ഓപ്ഷനിൽ എങ്ങനെ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ 8.75 gram, 0.5 gram, 0.875 gram, 17.5 gram ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? 7നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യൂ, എന്നിട്ട് പറയൂ എത്ര വരുന്നു ആൻസർ. എത്രയാണ്? 0.875 gram. 875 gram ആണോ? ഓക്കെ. പോയിന്റ് ശേഷം വരുന്ന നമ്പർ സിംഗിൾ ഡിജിറ്റ് ആയിട്ട് വേണം പറയാൻ കേട്ടോ. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 55. അവന്തിക വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് മാത്രമേ
മിസ് അയച്ചതിന്റെ ആൻസർ ഒന്ന് വെച്ചുതരുമോ? ഏതിടാ? ഞാൻ ഇന്ന് അയച്ചു തന്നില്ലേ ചെയ്തിട്ട് ആ ആ ആ അതിന്റെ ആൻസർ ഒക്കെ ഒന്ന് അയച്ചുതരുമോ? ഓക്കെ, അയച്ചുതരാം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഈക്വൽ ടു 25 എന്നാണ്. സോ ഓപ്ഷൻ എ പറയണത് 50 മൈനസ് 100 ഡിവിഷൻ 4. ബി വന്നിട്ട് 20 പ്ലസ് അല്ലേ? ആ യെസ്, 20 പ്ലസ് 20 ഡിവിഷൻ 4. സി വന്നിട്ട് 10 പ്ലസ് 5 ഇൻറ്റു 2 പ്ലസ് 10 മൈനസ് 5. ഡി 24 പ്ലസ് 2 ഇൻറ്റു 1. പറയൂ, ഇതിൽ ഏതാ ആൻസർ കറക്റ്റ്? ചെയ്ത് നോക്കിയിട്ട് പറയൂ. ഏതാണ് നോട്ട് ഈക്വൽ ടു എന്നാണ് കേട്ടോ, ഈക്വൽ ടു 25 എന്നല്ല. ഇതിൽ ഏതിൻ്റെ ആൻസറാണ് 25 അല്ലാത്തത് എന്നാണ് ചോദ്യം. ചെയ്തു നോക്കൂ. കിഷാന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാം ലാസ്റ്റ് വന്ന ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യനാ. ലാസ്റ്റ് വൺ ആണ് ആൻസർ എന്നാ. ഓക്കെ, കറക്റ്റാണ് കേട്ടോ. ലാസ്റ്റ് വൺ ആണ് ആൻസർ. സോ ഇവിടെ നോക്കുമ്പോൾ 50 മൈനസ് 100ൽ 4 25 തവണ. സോ 50 മൈനസ് 25 കിട്ടി. ഇനി അടുത്തതാവുമ്പോൾ 20 പ്ലസ് 20ൽ 4 വന്ന് 5 തവണ ഉണ്ട്. സോ 25 കിട്ടും. ഇതാവുമ്പോൾ 10 പ്ലസ് 5 ഇൻറ്റു 2 10 പ്ലസ് 10 മൈനസ് 5 5, അപ്പോഴും 25 കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിൽ 24 പ്ലസ് 2 26 കിട്ടുന്നത്. നമ്മളുടെ ആൻസർ ഇതാണ്. ഓക്കെ, വേറെ പറയൂ, അയച്ചു തരൂ. എന്തിനാ? ഒരു മെന്റൽ അബിലിറ്റിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതാണ് പറയൂ. അത് അയക്കാൻ വിട്ടുപോയാ? ശരി, ഏതാണ് അയച്ച നമ്പറോ ഏതെങ്കിലും അയക്കും. കിഷാന് ഡൗട്ട് ഉണ്ടാ? ദയക്ക് ഡൗട്ട്? ദയ ഏതാണ് ചോദിച്ചത്? നീ അപ്പം അയച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അയക്കാൻ പറ്റുമായിരുന്നു. ഇത് മൂന്നാമത്തെ ടെസ്റ്റാണോ? ഇന്ന് അയച്ചു തന്നത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് ഒന്നും എനിക്ക് അറിയില്ലല്ലോ. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണോ? ഏറ്റവും ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. ഏറ്റവും ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കേടാ, ഓക്കെ, അയച്ചുതരാം. ഫോൺ മെന്റൽ അബിലിറ്റി അയച്ചു കൊടുത്തിട്ടില്ലല്ലോ. മെന്റൽ അബിലിറ്റി അയച്ചു കൊടുത്തിട്ടില്ല. എനിക്ക് എടുക്കുന്നുണ്ട്. അയച്ചെടുക്കും. അയച്ചാ? ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറയൂ. മെന്റൽ അബിലിറ്റിയില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാന്ന് ഡൗട്ട് ഉണ്ട്. ഏതിൻ്റെടാ? ലാസ്റ്റ് അയച്ച
അയച്ചോ, ഒരു മിനിറ്റ് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ 2021 ആണോ ദയ? നോക്കട്ടെ. ഇതമ്മ ഞാൻ ചെയ്തതാ, ഇതാണ് കിട്ടാൻ. ഓക്കെ. 2021. എന്തടാ? 2021 ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? അതെന്താ ഡൗട്ട് നോക്കട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 1 to 4, four figures ABCD have been given in each session. ഇതിൽ ഏതാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്? ഇതാണ് ചോദ്യം. ദയയുടെ ചോദ്യം ഏതാണെന്ന് വെച്ചാൽ 2021 ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. സോ ഇങ്ങനെയാണ് ഫസ്റ്റ് ഉള്ളത്. ക്യൂ, ഇവിടെ ആർ, ഇവിടെ എസ്, ഇവിടെ പി. ഓക്കെ, ഇതാണ് ഓപ്ഷൻ എ. അടുത്ത സർക്കിള് ഇവിടെ ആർ, ഇവിടെ ക്യൂ, ഇവിടെ എസ്, ഇവിടെ പി. ഇത് രണ്ടാമത്തത്. അടുത്തത് സർക്കിളൊന്നും ശരിയാവുന്നില്ല, എന്നാലും പോട്ടെ, അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഇവിടെ പി. എന്നിട്ട് എ ആണ് കൊടുത്തത്. ഓക്കെ, നോക്കാടാ, പറഞ്ഞുതരാം. ഇതിൽ പി, ഇവിടെ ക്യൂ, ഇവിടെ എസ്, ഇവിടെ ആർ, ഇവിടെ ഡി ആണ് ഓപ്ഷൻ, ഇത് സി ആണ് ഓപ്ഷൻ. ശരി, കിഷാൻ പറയൂ, ഇതിൽ ഏതാണ് ഓപ്ഷൻ? ഏതായിരിക്കാം ആൻസർ? ദയ ഏതായിരുന്നു? അല്ല, അവന്തിക ഏതാണ്? ഡി. ഡി. എന്ത് കാര്യം ഡി? ബാക്കി മൂന്നും എന്തിനെങ്കിലും ഒന്നിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. മനസ്സിലായ? ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ആർ ഉണ്ട്, ഓക്കെ, ക്യൂ ഉണ്ട്, പി ഉണ്ട്, എസ് ഉണ്ട്. ഇത് ഇങ്ങനെ ക്ലോക്ക് വൈസ് വരികയാണ്. അപ്പോൾ ഈ ക്ലോക്ക് വൈസ് വരുമ്പോൾ ഈ ആറ് ഈ ഭാഗത്തെത്തും. അതാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ക്യൂ ആയി, ഇവിടെ പി ആയി, എസ് ആയി. അടുത്തതിൽ നോക്കൂ, ഇവിടെ നോക്കൂ, ഇതേ ആറ് ഇങ്ങോട്ട് എത്തി. ഇവിടെ ആറ്, ഇവിടെ ക്യൂ, ഇവിടെ പി, ഇവിടെ എസ്. അപ്പോൾ അടുത്തത് വരുമ്പോൾ ആറ് ഇവിടെ വരണം അല്ലേ? ആറ് ഇവിടെ വരണം. ആറ് ഇവിടെ വന്നാൽ ക്യൂ ഇവിടെ വരണം. ക്യൂവിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ എസ് വരേണ്ടത്. പക്ഷേ നോക്കൂ, ഇങ്ങനെ വരുന്നത് നോക്കൂ, തെറ്റായിട്ടല്ലേ വരുന്നത്. മനസ്സിലായ? എന്ത് മനസ്സിലായി പറയൂ. ലെഫ്റ്റിക്കാണ് എല്ലാ ഭാഗവും വന്നത്, പക്ഷെ ഫസ്റ്റ് വൺ മാത്രം റൈറ്റിക്ക് വന്നു. റൈറ്റിക്ക് വന്നു. യെസ്, കറക്റ്റ് കേട്ടോ. ഇനി വേറെ ഡൗട്ട് ഉണ്ടോ? അതായ നിങ്ങൾ ഇത്രയും പഠിച്ച ചാപ്റ്റേഴ്സിലെ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ഡൗട്ട് ഉണ്ടോ? അത് പറഞ്ഞു. പ്രൈം ഫാക്ടറൈസേഷൻ അവന്തിക ചോദിച്ചിട്ടുണ്ട്. പ്രൈം ഫാക്ടറൈസേഷൻ ഇത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നന്നായി ശ്രദ്ധിച്ചോളൂ. പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 640 is. ആദ്യം നമ്മൾ 640 ഒരു ഈവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ? ഈവൻ നമ്പർ. ഈവൻ നമ്പറിനെ 2 കൊണ്ട് വേണം നമ്മൾ ആദ്യം ഡിവൈഡ് ചെയ്യാൻ. 6ൽ 2 3 തവണ, 2ൽ 2 2 തവണ, പിന്നെ 0. വീണ്ടും 2 എടുക്കുന്നു. 3ൽ 2 ഒരു തവണ, ബാലൻസ് 1 വരും. പിന്നെ 12 ആകും. 12ൽ 2 6 തവണ വരും. വീണ്ടും 2 കൊണ്ട് എടുക്കുമ്പോൾ 80 ആവും. വീണ്ടും 2 കൊണ്ട് എടുക്കുമ്പോൾ 40, വീണ്ടും 2 കൊണ്ട് എടുക്കുമ്പോൾ 20, വീണ്ടും 2 കൊണ്ട് എടുക്കുമ്പോൾ 10, പിന്നെ 2 കൊണ്ട് എടുക്കുമ്പോൾ 5. കഴിഞ്ഞു.
പ്രൈം നമ്പർ പറയുന്നത് 2, 3, 5, 7 ഇങ്ങനെയല്ലേ തുടങ്ങുന്നത്. ആദ്യം 2 കൊണ്ട് മൊത്തം നമ്മൾ ചെയ്തു, പിന്നെ ലാസ്റ്റ് വരുന്നത് 5, അതോടുകൂടി നിർത്തുക. അപ്പോൾ ഇവിടെ എത്ര 2 ഉണ്ട്? 7 2ഉം ഒരു 5ഉം. സോ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2. 7 2 ഇങ്ങനെ എഴുതിയിട്ട് 5 ഇങ്ങനെ എഴുതുക. ഇതാണ് പ്രൈം ഫാക്ടറൈസേഷൻ. ആ 43ാമത്തെ ക്വസ്റ്റ്യൻ മാത്സിൽ വേണം. ഓക്കെ, പറഞ്ഞുതരാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ അതേ പാറ്റേൺ ലെസൺ ഉണ്ടാവില്ല? എന്തടാ? പാറ്റേണിന്റെ ലെസൺ ഉണ്ടാവില്ല? മെന്റൽ എബിലിറ്റിയിലാ? മാത്സിൽ ഇതുവരെ അങ്ങനെ ചോദിക്കുന്നില്ല. അത് കാരണം പിന്നെ ഞാൻ അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ആയത്. നമ്മൾ കണ്ടുവന്നാൽ പാറ്റേൺ ആയിട്ട് ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതിന് നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചാലേ ഒരു വേഗത്തിൽ ചെയ്യാനായിട്ട് പറ്റും. പാറ്റേൺ നോക്കണോ? കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കണോ അവന്തിക? നോക്കണം, പറഞ്ഞു. പാറ്റേൺ ക്വസ്റ്റ്യൻ നോക്കാം. പാറ്റേൺ ഇപ്പോൾ നോക്കൂ. 6 9 13 11 14 18 16 19 ഇവിടെ എന്ത് വരും? ചിന്തിച്ച് പറയൂ. ആ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടെ എന്ത് വരും? 22. 22 അല്ല, ഒന്നുകൂടി ചിന്തിക്കൂ. നിയറസ്റ്റ് വാല്യൂ ആണ്, പക്ഷെ 22 അല്ല. 23. യെസ്, കറക്റ്റ്, സൂപ്പർ. ആരാ 23 പറഞ്ഞ? ദയ, സൂപ്പർ ദയ. സോ ഇവിടുന്ന് ഇവിടേക്ക് +5 +5, അതേപോലെ +5 +5, ഇവിടെയും +5 വരുന്നത്. അപ്പോൾ ഇവിടെ +5 ചെയ്താൽ 23. ക്ലിയർ? ഇത് മനസ്സിലായില്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇത് എളുപ്പമായിട്ട് തന്നെ ഉണ്ടാവും, പക്ഷെ ഇതിപ്പോൾ ചോദിക്കാറില്ല, അതാ പിന്നെ ഞാൻ എടുക്കാതെ വിട്ട്. 24 28 31 34 38 41 44. ക്വസ്റ്റ്യൻ മാർക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ക്വസ്റ്റ്യൻ മാർക്ക്. 49 ആണോ വരിക? നന്നായി ആലോചിച്ച് പറയൂ. 48. ആ 51. ആ അടുത്തത് 51. ആ 54. സൂപ്പർ സൂപ്പർ അവന്തിക, കറക്റ്റാണ് കേട്ടോ. സോ 10 10 ആയിട്ടാണ് എല്ലാറ്റിലും കൂടി വരുന്നത്. ഇവിടെ നിന്ന് 10 ചേർത്ത് ഇവിടെ 10 ഇവിടെ 10. ദയ, കിഷാൻ മനസ്സിലായ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. P 15 22 21 19 Q R 23 18. ഇതെന്താ പറഞ്ഞിരിക്കുന്നത്? ഇതൊന്നുമില്ല. ഇവിടെ ഈ ഒരു ലൈൻ മാത്രം, ഇവിടെ എല്ലാ നമ്പർ തന്നിട്ടുണ്ട്. ഇതിൽ മാത്രം Q ഇവിടെ P ആണ്, R ആണ് മിസ്സിങ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്തെങ്കിലും എളുപ്പ വഴി കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇവിടെ 15 ഉണ്ട്, 19 ഉണ്ട്, 4ആണ് ഡിഫറൻസ്. ഇവിടെയും 4ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോളത്തിലും ഇങ്ങനെ നീണ്ടു വരുന്നതിനെ കോളം എന്നും ഇങ്ങനെ വരുന്നതിന് റോ എന്നും. അപ്പോൾ 3 റോ 3 കോളമാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് റോയിൽ ഇവിടെ നിന്ന് ഇവിടേക്ക് നോക്കൂ. 15 ഉണ്ട്, 22 ഉണ്ട്. എത്രയാണ് ഡിഫറൻസ്? 7 വരുന്നുണ്ട്. ഇവിടെ എത്ര ഡിഫറൻസ്? 21ഉം 19ഉം. എത്ര ഡിഫറൻസ് വരുന്നത്? 3 അല്ലേ വരുന്നത്? 3 അല്ല, 2 അല്ലേ വരുന്നത്? 2 അല്ലേ? 2. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട, അതിന് പകരം ഇങ്ങനെ നോക്കിയാലേ മതി.
ഇതൊരു ലോജിക്ക് ഫോളോ ആവുന്നുണ്ട്. 15 നിന്ന് 19 വരാൻ 4. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരയ്ക്കും. 21 4 കുറച്ചാൽ 17, 21 4 കൂട്ടിയാൽ 25. ഇവിടെ 22 4 കൂട്ടിയാൽ 26. ഇത്ര തന്നെ ആൻസർ. സോ പി വന്ന് 17, ക്യൂ വന്ന് 26, ആർ വന്ന് 25. അല്ല, ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. ഇവിടെ ഓപ്ഷനിൽ ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിച്ചിട്ട് പറഞ്ഞുതരാം. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പാറ്റേൺ പറഞ്ഞ് P15 22 21 19 Q, പിന്നെ R 23 18. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷൻ നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ 20 16 17. ഇത് P, ഇത് Q, ഇത് R ആയിരിക്കും കേട്ടോ. രണ്ടാമത്തെ ഓപ്ഷൻ 20 17 16. മൂന്നാമത്തെ ഓപ്ഷൻ 17 20 16. നാലാമത്തെ ഓപ്ഷൻ 16 20 17. ഇങ്ങനെയാണ് 4 ഓപ്ഷൻ. നമ്മൾ ജസ്റ്റ് വേണമെങ്കിൽ ഇട്ട് നോക്കാം. നമുക്ക് ഓപ്ഷൻ ഏതൊക്കെ വരും എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ഇട്ട് നോക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ ഇട്ട് നോക്കിയിട്ട് ആൻസർ പറയൂ. ഫസ്റ്റ് വൺ ആണോ വരുന്നത്? എന്താ അങ്ങനെ പറയാൻ കാരണം? ഞാൻ എല്ലാത്തിലും PQR ഉണ്ട് വിചാരിച്ചു. ഇല്ല. ആദ്യത്തെ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 20 15 22, പിന്നെ 21 19 16, പിന്നെ 6 പകരം 17 23 18. ഇതിലെന്തെങ്കിലും ലോജിക്ക് ഉണ്ടാകുന്ന നോക്കൂ. അടുത്തതാണെങ്കിൽ 20 15 22, 21 19 17, 16 23 18. ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. അടുത്തത് 17 15 22, 21 19 20, 16 23 18. ഇതാണ് മൂന്നാമത്തെ ഓപ്ഷൻ. നാലാമത്തെ ഓപ്ഷൻ 16 15 22, 21 19 20, 17 23 18. ഇതിലേത് ഓപ്ഷൻ വരികയെന്ന് നോക്കൂ. ഇത് മൂന്നാമത്തെ ഓപ്ഷൻ, ഇത് രണ്ടാമത്തെ ഓപ്ഷൻ, ഇത് ഒന്നാമത്തെ ഓപ്ഷൻ. നോക്കൂ ഏതെങ്കിലും ഒരു ലോജിക്കിനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കൂ. കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നത് 1 2. ഓപ്ഷൻ 2 ഇതിൽ എല്ലാറ്റിനും ആഡ് ചെയ്യുമ്പോൾ 57 കിട്ടുന്നുണ്ട്. 5 + 9 14, 14 + 3 17 1 57. ഇവിടെയും 2 + 7 9, 9 8 17 1 57. പക്ഷെ ബാക്കിയൊന്നുമില്ല, അങ്ങനെ കിട്ടുന്നില്ല. അപ്പോൾ ഇത് ഈ 3 നമ്പർ ഈ 3 നമ്പർ ആഡ് ചെയ്യുമ്പോൾ എല്ലാറ്റിലും ഈക്വലായിട്ട് വരുന്നത് കാരണം നമുക്ക് ഈ ഓപ്ഷൻ എടുക്കാം. അപ്പോൾ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഇങ്ങനെയാണ് പാറ്റേൺ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരിക. ഇനി ദായക്ക് എന്തായിരുന്നു ഡൗട്ട്? 43ാമത്തെ മാത്സ് ക്വസ്റ്റ്യൻ ആ എക്സിൻ്റെ ക്വസ്റ്റ്യൻ ആടാ. ഇഫ്
if x by 25 which is equal to 196 by x, then x is equal to, ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 25 ഈ 25നെ ഞാൻ നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25, 6 സ്ക്വയർ 36, 7 സ്ക്വയർ 49, 8 സ്ക്വയർ വന്നിട്ട് 64, 9 സ്ക്വയർ 81, 10 സ്ക്വയർ 100. ഇനി 11 സ്ക്വയർ 121, 12 സ്ക്വയർ 144, 13 സ്ക്വയർ എത്ര വരും? 169, 14 സ്ക്വയർ എത്രയാണ്? 196 ട്ടാ. അപ്പോൾ ഈ എക്സ് ഡിവൈഡഡ് ബൈ 25 എങ്ങനെ പറയാം? 5 സ്ക്വയർ എന്ന് പറയാം, വിച്ച് ഇസ് ഈക്വൽ ടു 196നെ 14 സ്ക്വയർ എന്ന് പറയാം ബൈ എക്സ്. എക്സ് ഒക്കെ ഒരുമിച്ചാക്കുമ്പോൾ ഈ എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ, ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ എക്സ് ഇൻറ്റു എക്സ് എന്നാണ് വരിക, വിച്ച് ഇസ് ഈക്വൽ ടു ഈ 5 സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ 14 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ എന്നാണ് വരിക. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ എന്നാണ് നമ്മൾ പറയേണ്ടത്, വിച്ച് ഇസ് ഈക്വൽ ടു 14 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ. ഈ സ്ക്വയർ എക്സിനെ മാത്രം ഇവിടെ വെച്ചിട്ട് ഈ സ്ക്വയർ ഇങ്ങോട്ട് പോകുമ്പോൾ റൂട്ടായിട്ട് മാറും. 14 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ. ഈ റൂട്ട് ഒരു തവണ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. 14 സ്ക്വയർ പറഞ്ഞാൽ 14 ഇൻറ്റു 14, 5 സ്ക്വയർ പറഞ്ഞാൽ 5 ഇൻറ്റു 5. അപ്പോൾ ഈ റൂട്ടിൻ്റെ പുറത്തെടുക്കണമെങ്കിൽ 2 തവണയുള്ള നമ്പറിന് ഒരു തവണയെ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. സോ 14 ഇൻറ്റു 14 2 14 ഉണ്ട്, അപ്പോൾ ഒന്നിന് മാത്രം പുറത്തെടുക്കുക. 5 ഇൻറ്റു 5 2 5 ഉണ്ട്, റൂട്ടിൻ്റെ പുറത്ത് ഒരു 5 വരിക. അപ്പോൾ 14 ഇൻറ്റു 5 70, 70 ആൻസർ. ഓക്കെ ആണോ ദയ? അടുത്തത് അവന്തികയ്ക്ക് കുറച്ച് ഡൗട്ട് ഉണ്ട്. കിഷാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തിനാ? മനസ്സിലായില്ലോ. HCF ഡൗട്ട് ഉണ്ടെന്നാ? HCF ഓക്കെ. അവന്തികയുടെ 2 ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്, അത് മാത്രം പറഞ്ഞു കൊടുക്കട്ടെ. സോ 59 വന്നിട്ട് ഫൈൻഡ് HCFിലെ ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കി വെക്കൂ, എന്നിട്ട് എനിക്ക് അയച്ചു തരും. expression find the approximate result of the following expression in numbers. ഇതാണ് ക്വസ്റ്റ്യൻ വന്നിട്ട് 49.6 into 10.2 minus 7.1 into 29.7 minus 5.1 into 20.1. ഇതൊന്ന് ചെയ്തിട്ട് പറയൂ, ആൻസർ പറയൂ. ആദ്യം മൾട്ടിപ്ലിക്കേഷനാണ്, ഇവിടെ മൾട്ടിപ്ലിക്കേഷനും മൈനസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത്, എന്നിട്ടേ മൈനസ് ചെയ്യാൻ പാടുള്ളൂ. സോ ആദ്യം ഇത് 2 മൾട്ടിപ്പിൾ ചെയ്തിട്ട് ഇവിടെ എഴുതൂ, ഇത് 2 മൾട്ടിപ്പിൾ ചെയ്ത് താഴെ എഴുതൂ, ഇത് 2 മൾട്ടിപ്പിൾ ചെയ്ത് താഴെ എഴുതൂ, എന്നിട്ട് പറയൂ എന്തൊക്കെ വാല്യൂ കിട്ടിയെന്ന്. Ma'am, 14.6 10.2 into 300. 49.6 into 10.2 ആ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. മൈനസ് ആദ്യം
എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് താഴെ എഴുതുക. പിന്നെ മൈനസ് സിമ്പിൾ ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും എഴുതിയിട്ട് താഴെ എഴുതുക. പിന്നെ ഇത് രണ്ടും മൾട്ടിപ്പിൾ ചെയ്ത് താഴെ എഴുതുക. എന്നിട്ട് ആദ്യം കിട്ടുന്ന നമ്പർ ഉണ്ടല്ലേ, അതിനെയും ഇതിനെയും മൈനസ് ചെയ്യൂ. അതിൽ നിന്ന് ഒരു ആൻസർ കിട്ടും. അതിനെയും ഇവിടെ വരുന്ന നമ്പറിനെയും മൈനസ് ചെയ്യൂ. അത്ര തന്നെ ഉള്ളൂ. കിട്ടിയാ? ഇല്ല. 496 into 1002 മീൻസ് 102. ഇതാദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. 6 2s are 12. ഇവിടെ 1. 9 2s are 18 plus 1 19. 1. 4 2s are 8 plus 1 9 ആയി. അടുത്തത് 0 0 0. അടുത്ത നമ്പർ 4 9 6 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ 9, ഇവിടെ 15, 1 വരും, ഇവിടെ 10, 5. ഓക്കെ. ഇവിടെ പോയിൻ്റ് ശേഷം നിങ്ങൾക്കുള്ളത് ഒരു ഡിജിറ്റാണ്. ഇവിടെ പോയിൻ്റ് ശേഷം ഒരു ഡിജിറ്റ്. അപ്പോൾ പോയിൻ്റ് ശേഷം മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഇവിടെ പോയിൻ്റ് ശേഷം ഒരു ഡിജിറ്റും ഇവിടെ പോയിൻ്റ് ശേഷം ഒരു ഡിജിറ്റും. അപ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടി മീൻസ് 1 + 1 2. പോയിൻ്റ് ശേഷം 2 ഡിജിറ്റ് ഉള്ള പോലെ എഴുതാൻ എടുക്കണം. സോ 505.92 വരും. അടുത്തത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 7 1ഉം 2 9 7ഉമാണ്. സോ 7 9 2 7 7s are 49, 9 4s are 63, 67, 6 2 4s are 14, 20 വരും. 21087 ഉണ്ട്. ഇവിടെ പോയിൻ്റ് ശേഷം ഒരു ഡിജിറ്റ്, ഇവിടെ പോയിൻ്റ് ശേഷം ഒരു ഡിജിറ്റ്. അപ്പോൾ പോയിൻ്റ് ശേഷം 2 ഡിജിറ്റ് വരുന്ന പോലെ എഴുതണം. അടുത്തത് 20151 മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. പോയിൻ്റ് ശേഷം ഒരു ഡിജിറ്റ്, പോയിൻ്റ് ശേഷം ഒരു ഡിജിറ്റ്, ഇങ്ങനെ വരും. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദ്യം 505.92 മൈനസ് ചെയ്യും. 210.87 മൈനസ് ചെയ്യും. ഇവിടെ 12 വരും, 7 5 ആവും അല്ലേ. ഇവിടെ 8 ആയിരിക്കും. 9 എന്നല്ലേ കടം മേടിച്ചപ്പോൾ 0. ഇവിടെ 5, ഇവിടെ 0 10 ആവും, ഇവിടെ 4 ആവും. 10 നിന്ന് 1 പോയാൽ 9, ഇവിടെ 2. 295.05 എന്ന് 102.51 മൈനസ് ചെയ്യുക. 4 ഇവിടെ 0 ആണ്, 10 ആക്കുക, ഇവിടെ 4 ആക്കുക. 10 നിന്ന് 5 പോയാൽ 5, 4 നിന്ന് 2 പോയാൽ 2, ഇവിടെ 9, ഇവിടെ 1. 192.54 ആണ് ആൻസർ. ഓക്കെ ആണോ? ഓക്കെ ആണോ അവന്തിക? നമുക്ക് ഇവിടെ വന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കുമ്പോൾ ഓപ്ഷൻസ് എങ്ങനെയൊക്കെയാന്ന് വെച്ചാൽ 390, 209, 290, 190. ഇതിൽ ഏത് ഓപ്ഷനാണ് നിങ്ങൾ ചൂസ് ചെയ്യുക? ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്രോക്സിമേറ്റ്. സോ 192.54ൻ്റെ അടുത്ത് വരുന്ന നമ്പർ ഏതാ, അതാണ് ആൻസർ. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനാണ് വരിക? ഇതാണ് ഫൈനൽ ആൻസർ കിട്ടിയത്.
ഇതിൽ ഏത് ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? പറയൂ. ലാസ്റ്റ് വൺ. യെസ്, കറക്റ്റ്. 190 ആണ് ആൻസർ ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. ഇനി എന്തായിരുന്നു കിഷാൻ ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചോ? അയച്ചു തന്നോ എനിക്ക്? ശരി, ഞാൻ അടുത്ത ഒരു ക്വസ്റ്റ്യൻ അവന്തിക ചോദിച്ച ഡൗട്ട് പറയാം. 2:45 we reached our destination. മിസ്, നേരത്തെ ക്വസ്റ്റ്യനിൽ എല്ലാം ഡിവൈഡ് ഇൻഡു ആണ് ചെയ്യേണ്ടത്. എന്തിടാ? എല്ലാ ക്വസ്റ്റ്യനും ഇൻഡു അല്ലേ ചെയ്യുന്നത്? ഇൻഡു ആണ്. ഇവിടെ ഇൻഡു മാർക്കല്ലേ ഉള്ളത്. ഇത് രണ്ടും ഞാൻ മൾട്ടിപ്പിൾ ചെയ്തു. ആൻസർ ഇത്ര കിട്ടി. അതെടുത്ത് ഞാൻ ഇവിടെ എഴുതി. അടുത്തത് ഇത് രണ്ടും മൾട്ടിപ്പിൾ ചെയ്തു. എവിടെ മൾട്ടിപ്പിൾ ചെയ്തത്? ഇവിടെ മൾട്ടിപ്പിൾ ചെയ്തു. ഇതിൻ്റെ ആൻസർ എടുത്ത് ഇവിടെ എഴുതി. ഇത് രണ്ടും മൾട്ടിപ്പിൾ ചെയ്തു. ഇവിടെ ആൻസർ ഇത് കിട്ടി, അത് എഴുതി. എന്നിട്ട് ഇത് മൈനസ് ചെയ്തു. അതിൽ നിന്ന് കിട്ടിയ ആൻസറിന് ഇതിനെ മൈനസ് ചെയ്തു. ഇത്ര തന്നെ. ഫൈനൽ ആൻസർ 192.54. അപ്പോൾ നിയറസ്റ്റ് വാല്യൂ 190. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. വി റീച്ച്ഡ് അവർ ഡെസ്റ്റിനേഷൻ അറ്റ് 2:45 PM. After traveling for 4.5 hours. 4.5 പറഞ്ഞാൽ 4:30 ആണ് വരിക അല്ലേ? 4 മണിക്കൂറും ഹാഫ് ആൻ അവർ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. അപ്പോൾ ഹാഫ് ആൻ അവർ എന്ന് പറയുന്നത് 30 മിനിറ്റ്സ് ആണ്. ഇത് ഡിനോട്ട് ചെയ്യുന്നത് ഹവറിനെയും ഇത് ഡിനോട്ട് ചെയ്യുന്നത് മിനിറ്റിനെയുമാണ്. അപ്പം 4.30 നോക്കൂ. ഒരു പ്ലേസിൽ നിന്ന് ഇനി ഒരു പ്ലേസിലേക്ക് എത്താൻ വേണ്ടി ടോട്ടൽ എടുത്ത സമയം 4 മണിക്കൂറും 30 മിനിറ്റുമാണ്. എത്തിയ സമയം 2.45 2:45 ഉച്ചയ്ക്ക് ആണ് എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ അവൻ ജേർണി സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണ്? വെൻ ഡിഡ് വി സ്റ്റാർട്ട്? ഇതാണ് ക്വസ്റ്റ്യൻ. എപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും? ഒന്ന് ആൻസർ ചെയ്യാൻ ട്രൈ ചെയ്യൂ. എപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും? എത്ര അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുന്ന? എത്ര മണിക്കൂർ മുന്നിൽ അല്ലെങ്കിൽ ഏത് സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുക? ഞാൻ ഓപ്ഷൻ തരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാവും കേട്ടോ. ഓപ്ഷൻ വന്നിട്ട് 9 മണിക്ക്, രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തോ, 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തോ, 10:15 സ്റ്റാർട്ട് ചെയ്തോ, 8:15 സ്റ്റാർട്ട് ചെയ്തു. ഇതിലേത് സമയമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക? എന്ത് ചെയ്യണം? നമ്മൾ ജസ്റ്റ് ഈ 4.5 മണിക്കൂറിന് ഇതിൽ സമയത്തിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ 9ൻ്റെ കൂടെ 4.5 എന്ന് പറയുമ്പോൾ 13.30. നമുക്ക് ക്ലോക്കിലാകെ 12 മണിക്കൂറേ കാണിക്കുള്ളൂ. 1 മണിക്കൂർ എക്സ്ട്രാ ആണ്. അപ്പോൾ 1:30 സമയം. 1:30 എത്തിയത് ആൾ? ഇല്ല, 2:45 എത്തിയത്. വീണ്ടും 10 മണിൻ്റെ കൂടെ 4.5 മണിക്കൂറിനെ കൂട്ടിയാൽ 14.5 മണിക്കൂറാണ് വരിക. അതെന്ന് പറയുമ്പോൾ 14.5 നമ്മുടെ അടുത്ത് ആകെ ഉള്ളത് 12 മണിക്കൂർ. 2.5 വരും. ഇവിടെ ആണെങ്കിലോ എത്ര വരും? 2:45 വരും. എത്ര വരും? 2:45. ഇതാണെങ്കിൽ ഇത് കുറച്ചും കൂടി കൂടും, 12:45 ആവും. പറയൂ, ഇതിലേതാ ആൻസർ? 2:45. 10:15 തുടങ്ങിയാലാണ് 10:15 തുടങ്ങിക്കഴിഞ്ഞാൽ 11:15 1 മണിക്കൂറാവും. 12:15 1 മണിക്കൂറാവും. 1:15 1 മണിക്കൂറായി. 2:15 1 മണിക്കൂർ. അങ്ങനെ 4 മണിക്കൂർ കിട്ടി. പിന്നെ ഒരു 1/2 മണിക്കൂർ നമ്മൾ ആഡ് ചെയ്യണം. 2.45 2:45 ആൻസർ വരുന്നത്. അപ്പോൾ അയാൾ എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കണം? 10:15 സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ഓക്കെ ആണോ?
അടുത്തത് ഡൗട്ട് ഉണ്ടാ? വേറെന്താ ഡൗട്ട് പറയൂ. വേറെന്തോ അവന്തിക എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവന്തികയല്ല, ദയാണ് ചോദിച്ചത്. 43 അല്ലേ ക്വസ്റ്റ്യൻ നമ്പർ? ഞാൻ പറഞ്ഞോടാ. ആ 43 പറഞ്ഞു. അല്ല അതന്നെ x/25 അല്ല വിച്ച് ഈസ് ഈക്വൽ ടു 196. പറഞ്ഞു. വേറെ നിങ്ങൾ ചോദിക്കൂ ഡൗട്ട് ഉണ്ടെങ്കിൽ. ഏതിനാ? പാസേജ് അല്ലേ? പാസേജ് ഡൗട്ട് ഉണ്ടാ? ഇത് ഏത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് കിട്ടിയത് ഈ ഒരു പാസേജ്? എത്രാമത്തെ ഏത് ഇയറിൻ്റെ ആണെന്ന് പറയൂ. ഇത് ഏത് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ ബുക്ക് ഉണ്ട്, അപ്പം എനിക്ക് നോക്കായിരുന്നു. ഇല്ല പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണോ ഇത്? ഏതാ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് അറിയോടാ അധിക? ഇവർക്കും കൂടി കാണിച്ചു കൊടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ശരി, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അഡ്മിറ്റ് കാർഡ്, ഓക്കെ, അഡ്മിറ്റ് കാർഡ് ഫോട്ടോസ്റ്റാറ്റ് എടുത്തോ? പ്രിൻ്റ് ഔട്ട് എടുത്താ 3 പേരും? അവന്തിക പ്രിൻ്റ് ഔട്ട് എടുത്താ? കിഷാൻ, അവന്തിക? എടുത്തിട്ടില്ല. എന്തേ? നാളെ ഒരു ദിവസേ ഉള്ളൂ, എവിടേക്കായി മാറ്റി വെച്ചിരിക്കുന്നെ? എടുക്കാറായില്ലേ? ദയം എടുത്തിട്ടില്ലേ? അത് എടുക്കണം, അത് വേണോ ചോദിച്ചു അമ്മ. എന്താണ്? അത് വേണോ ചോദിച്ചു. ആ അഡ്മിറ്റ് കാർഡാണ് ഈ കോൾ ലെറ്റർ എന്ന് പറയണത്. അത് തീർച്ചയായിട്ടും എടുക്കണം. നിങ്ങളുടെ പാരന്റ്സിനെ ഒന്ന് വിളിക്കൂ. അവന്തിക എടുത്തു അല്ലേ? നിങ്ങളുടെ പാരന്റ്സിനെ ഒന്ന് വിളിക്കൂ. കിഷാന്റെ പാരന്റിനെ വിളിക്കൂ. ദയ വിളിക്കൂ. എല്ലാരും വിളിക്കൂ. ഹലോ. ആ ചേച്ചി, അഡ്മിറ്റ് കാർഡ് പ്രിന്റ് ഔട്ട് എടുത്താ? എടുത്തു. അവരുടെ ഒറിജിനൽ ID വെക്കണം കേട്ടോ കയ്യില്. ഇതുണ്ടല്ലോ ആധാർ കാർഡോ അല്ലെങ്കിൽ അവരുടെ അഡ്രസ്സും ഇതും ക്ലിയർ ആയിട്ടുള്ള ഇത് വേണം നിങ്ങൾ വെക്കാൻ. അപ്പൊ നിങ്ങൾ എക്സാമിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് അഡ്രസ്സ് കൊടുത്തോ ആ അഡ്രസ്സുള്ള ഒരു ഒറിജിനൽ എവിഡന്റ് ആണ് വെക്കേണ്ടത് കേട്ടോ. അപ്പൊ സാമ്യം ഉണ്ടോ? ഫോട്ടോ വായിച്ചപ്പോ അതിൽ ഫോട്ടോ കണ്ടില്ല ഞാന്. ഫോട്ടോ ഇനിയിപ്പോ ഫോട്ടോയിൽ എഴുതിയിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഇല്ല, നേരത്തെ അവൾക്ക് കൊണ്ടുപോയ പോലെ ഒരു ഓർമ്മ. എന്തിനും കയ്യിൽ ഉണ്ടോ? നിങ്ങൾ 3 പേരുടെ കയ്യിലും ഉണ്ടോ? നോക്കൂ ഫോട്ടോസിനെ കുറിച്ചിട്ട്. ഇവരെ കോൾ ലെറ്റർ എവിടെ അയച്ചെന്ന്. ഫോട്ടോ ചോദിക്കാറുണ്ട്. അഡ്മിറ്റ് കാർഡില് ഫോട്ടോ ഉണ്ട്. അതുണ്ട്. ചിലപ്പോൾ നമ്മൾ അഡ്മിറ്റ് കാർഡിൻ്റെ ഒപ്പം ഒട്ടിക്കാനായിട്ട് പറയാറുണ്ട്. ഫോട്ടോൻ്റെ കാര്യം നിങ്ങൾ അയച്ച സാധനം എനിക്കിതില്ല, എന്താ പറയുക, ക്ലിയർ ഇല്ല. അവന്തികയുടെ അടുത്തും ദയയുടെ അടുത്തും കിഷാൻ്റെ അടുത്തും ഫോട്ടോ ഉണ്ട്. ഈ ഇതിൽ കൊടുത്ത ഫോട്ടോ കയ്യിലുണ്ടെങ്കിൽ കരുതിക്കോളൂ. ഫോട്ടോ വേണോ വേണ്ടേന്ന് ഇതിൽ എഴുതിയ പോലെ എനിക്ക് ഓർമ്മയില്ല. ഒന്ന് വായിച്ച് നോക്കൂ എന്തിനും കേട്ടോ. പിന്നെ ഇത് പ്രിന്റ് ഔട്ട് എടുക്കുക. നിങ്ങൾക്ക് തന്നിരിക്കുന്നത് കളർ പ്രിന്റ് തന്നെ എടുത്തോളൂ. ഓക്കെ. പിന്നെ ചെയ്യേണ്ടത് അഡ്മിറ്റ് കാർഡ് ഫസ്റ്റ് പ്രയോറിറ്റി അഡ്മിറ്റ് കാർഡിനാണ്. പ്രിന്റ് ഔട്ട് എടുത്തിരിക്കണം. രണ്ടാമത്തത് ബോൾ പോയിന്റ് പെന്നാണ്. അത് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ട്ടാ. ഒന്നെങ്കിൽ ബ്ലാക്കിന്റെ 2 കൊണ്ടുവിടുക, 2 മസ്റ്റായിട്ട് കൊടുത്തു വിടുക. അല്ലെങ്കിൽ ബ്ലൂവിന്റെ 2 കൊടുത്തു വിടുക. അതിലൊന്ന് ഇതിലൊന്ന് പറഞ്ഞിട്ട് കൊടുത്തു വിടല്ലേ. അടുത്തത് കയ്യിൽ കരുതേണ്ട പെൻസില് കരുതിക്കോളൂ. ഒരു എന്താ പറയുക, ഓക്കെ പറഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പാരൻസിൻ്റെ അടുത്ത് കൊടുത്തിട്ട് പോവുക. പെൻസിലും ഒരു ഇറേസറും ഒരു
ഒരു എന്താ പറയുക ഷാർപ്നറും കൊടുത്തു വിട്ടോളൂ. ഷാർപ്നറും പിന്നെ ഒരു കുഞ്ഞ് സ്കെയിൽ ഉണ്ടല്ലേ 15 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയില്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്ക് പിള്ളേരെ എല്ലാവരും ശ്രദ്ധിച്ചോ. 1 2 3 എന്നിങ്ങനെ ഉണ്ടാവും. നിങ്ങളുടെ ഓപ്ഷൻസിൽ ഇങ്ങനെയാണ് നിങ്ങളുടെ ബബിൾസ് ചെയ്യാനുള്ള സംഭവം ഉണ്ടാവും. ഈ സ്കെയിലിനെ ഈ ഭാഗത്ത് പ്ലേസ് ചെയ്യുക. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആയിരിക്കും, ചിലപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യന് സി ആയിരിക്കും. ചില പിള്ളേരെ ഒന്നിലേ പോയിട്ട് ഇവിടെ തന്നെ സിന്ന് ഇങ്ങനെ ആക്കി വെക്കാറുണ്ട്. അതിന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ സ്കെയിൽ ഇവിടെ പ്ലേസ് ചെയ്യുന്നത്. സ്കെയിലൊന്ന് കരുതിക്കോട്ടെ. പിന്നെ വെള്ളം ദാഹിക്കുന്നവർക്ക് ഒരു ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ വെള്ളം കൊടുത്തു വിടുക. കൊണ്ടുപോട്ടെ, നിങ്ങൾ എടുത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുപോയിക്കോളൂ, നല്ല വെള്ളം കൊണ്ടുപോയിക്കോളൂ, ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവർ അലോ ചെയ്യാറുണ്ട്, സംടൈംസ് ചെയ്യാറില്ല. എന്തായാലും കൊണ്ടുപോയിക്കോളൂ കേട്ടോ. ചിലപ്പോൾ അവർ അവിടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് എക്സാം ടൈമിൽ. ഇത്രയൊക്കെയാണ് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ അതിൽ വായിച്ച് നോക്കിക്കോളൂ. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ. നിങ്ങൾ സ്പെക്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും സ്പെക്സ് കൊണ്ടുപോകുക. പിന്നെ ആർക്കും ചോദിക്കുന്നത് കൊണ്ട് ഒന്നും വിരോധം തോന്നരുത്. ആർക്കും ഹാൻഡിക്യാപ്ഡോ അങ്ങനെയൊന്നും ആരും ഇല്ലല്ലോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യണം എന്നാണ് അവർ പറയുക. അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. കിഷാന്റെ അച്ഛനും അമ്മയും അത് കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ്. പിള്ളേർ ഒരുവിധം പഠിച്ചിട്ടുണ്ട്. നമുക്ക് ദൈവത്തിലൂടെ വിശ്വസിക്കുക. നമ്മുടെ എല്ലാവരുടെ പ്രേയേഴ്സും അവർക്ക് ഉണ്ട്. അപ്പോൾ അവരെ ടെൻഷൻ എടുപ്പിക്കേണ്ട. ലാസ്റ്റ് ടൈമിൽ ജസ്റ്റ് ഒരു ചോക്ലേറ്റ് എന്തെങ്കിലും, ഈ നാരങ്ങ മിഠായി പോലത്തെ ചോക്ലേറ്റ് ഉണ്ടല്ലേ, അതൊന്ന് എക്സാമിൻ്റെ മുന്നിൽ ഒന്ന് ചൂസ് ചെയ്യാനായിട്ട്. നാരങ്ങ മിഠായോ എക്ലേഴ്സ് പോലത്തെ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം അതൊന്ന് കൊടുക്കുക. എന്ന് വെച്ചാൽ ഒന്ന് റിലാക്സ് ആവാൻ മാത്രം. അതിന് പറഞ്ഞാൽ 10-15 ഒന്നും കഴിക്കാനല്ല, ഒന്നേ ഒന്ന്. അത് കുറച്ചൊന്ന് റിലാക്സ് ആവും മൈൻഡ്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് കൊടുക്കുക. ആവശ്യപ്പെടുന്നവർക്ക് മാത്രം. ഡയറി മിൽക്ക് അങ്ങനത്തെ ചോക്ലേറ്റ്സ് ഒന്നും കൊടുക്കരുത്. അത്ര റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. ടെൻഷൻ അവരടിക്കുന്നതിന് ജസ്റ്റ് ഒരു ഹക്ക് കൊടുക്കുക, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ കിട്ടിയാൽ അത്രയും നല്ലത്. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ദൈവം കരുതി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക, അതിൽ സന്തോഷിക്കുക. അപ്പോൾ മാക്സിമം നമ്മൾക്ക് ഈസി ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുക. എക്സാം പോയി എഴുതുക. നിങ്ങൾക്ക് അതാവാം എവിടെയെങ്കിലും എന്തെങ്കിലും ടെൻഷൻ വരുന്നുണ്ടെങ്കിൽ ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്ത് വിടുക. ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യുക. വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഹാർഡായിട്ടുണ്ട് എന്ന് തോന്നുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിനെ നോക്കുക. ഏതെങ്കിലും ഒരു ഏതെങ്കിലും കുറേ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ നമ്പർ നോക്കുക. ഇപ്പോൾ 25ാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഈസി ആയിട്ടുണ്ടെന്ന് വെച്ചാൽ 25ൽ പോയിട്ട് കറക്റ്റ് ബബിൾ ചെയ്യുക കേട്ടോ. ഹാർഡായിട്ടുള്ളത് കുറച്ച് സമയം എടുത്തിട്ട് ചെയ്താൽ മതി. ആദ്യം ഈസി ആയിട്ടുള്ളതൊക്കെ ചെയ്യൂ. എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല. എത്ര അറ്റംപ്റ്റ് കൊടുക്കുന്നോ അതിലാണ് മാർക്ക്. അത് ഈ എന്താ പറയുക, ടിക്ക് ഇടുന്ന റൈറ്റ് ആൻസറിനാണ് മാർക്ക്. നെഗറ്റീവ് മാർക്ക് ഇല്ല. അപ്പോൾ അറ്റംപ്റ്റ് കൂട്ടണം നിങ്ങൾ. അപ്പോൾ അത് കാരണം ഒരേ ക്വസ്റ്റ്യനിൽ സ്റ്റിക്ക് ചെയ്ത് ഇരിക്കാതെ ഇരിക്കുക. ഓക്കെ, ക്ലിയർ? ഇത്രയൊക്കെയാണ് അഡ്വൈസ് തരാനുള്ളത്. നാളെ രാവിലെയും കൂടി ഒരു ക്ലാസ് തരാം. നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ നാളെ രാവിലെ. ക്ലിയർ ആണോ? ഓക്കെ. ഇപ്പോൾ ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാവും ഒരു കുപ്പി. ഈ ഇതൊക്കെ ഉണ്ടല്ലേ, എന്താ പറയുക, കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് പറയുക ബോട്ടിൽ. എന്നാലും ചിലവർ വെള്ളം ദാഹിക്കുന്ന കുട്ടികളുണ്ടാവും. അതൊക്കെ നമുക്കൊരു ടെൻഷൻ ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺസ് യൂസ് ബോട്ടിൽ ഉണ്ടാവില്ലേ നമ്മുടെ വീട്ടിൽ, നമ്മൾ മിനറൽ വാട്ടർ മേടിക്കില്ലേ, അതിൻ്റെ കവർ മാത്രം ഒന്ന് അഴിച്ച് കളയാം, മാറ്റി കളഞ്ഞിട്ട് കുറച്ച് വെള്ളം ക്യാരി ചെയ്ത് പോകുക. എന്ന് വെച്ചാൽ നിങ്ങൾ 2 hours അവിടെ ഇരിക്കണം. 2 മണിക്കൂർ നിങ്ങൾ എക്സാം ഹാളിൽ ഇരിക്കണം. ചിലപ്പോൾ വെള്ളം ദാഹിക്കും, ടെൻഷനായിട്ടിരിക്കും. അപ്പോൾ വെള്ളം അവർ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകുമ്പോൾ നല്ലതായിട്ട് കുറച്ച് കൊണ്ടുപോകാൻ വെള്ളം കേട്ടോ. അവരെ ഉള്ളിലേക്ക് കയറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തും വെക്കാം വെള്ളം. അങ്ങനെയൊക്കെ സമ്മതിക്കാറുണ്ട് ചിലപ്പോൾ. ഓക്കെ, ഇതാണ് ട്രാൻസ്പെറൻറ്റ് ബോട്ടിലിൻ്റെ കാര്യം. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? പിന്നെ പൗച്ച് എടുത്തിട്ട് പോകാൻ പാടില്ല, ഉള്ളിൽ സമ്മതിക്കില്ല. അനാവശ്യമായിട്ട് പിന്നിൽ മുന്നിൽ സൈഡിൽ ആരോടും ഒന്നും സംസാരിക്കാനായിട്ട് നിൽക്കരുത്. എന്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങളുടെ സ്റ്റാഫ്, അവിടെ ടീച്ചർ ഉണ്ടാവില്ലേ ഉള്ളിൽ, അവരോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. അടുത്ത് ആ സൈഡ് ഈ സൈഡ് എന്നൊന്നും നോക്കരുത്. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ എന്ത് നമ്പർ ഉണ്ടോ അത് അവർ കറക്റ്റായിട്ട് ഇരുത്താനായിട്ട് വെക്കും.
ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. അവർ തരുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായിട്ടൊന്ന് നോക്കുക. എവിടെയെങ്കിലും കീറിയിട്ടുണ്ടോ, ക്വസ്റ്റ്യൻസ് ഒക്കെ ഫുള്ളായിട്ട് പ്രിൻ്റ് ആയിട്ടുണ്ടോ എന്നൊക്കെ അവർ പറയുന്നത്, ടീച്ചേഴ്സ് പറയുന്നത്, അവിടെ ഇൻസ്ട്രക്ഷൻ തരുന്നത് മനസ്സിലായില്ലെങ്കിൽ ഒരു തവണയും കൂടി അവരോട് തന്നെ ചോദിക്കാം. മിസ്സേ എനിക്ക് മനസ്സിലായില്ല, ജസ്റ്റ് ഒന്ന് എണിച്ച് നിൽക്കുക, അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കുക കേട്ടോ. അതല്ലാതെ അടുത്തുള്ള കുട്ടികളുടെ അടുത്ത് ഒന്നും സംസാരിക്കാൻ നിൽക്കരുത്, അതൊക്കെ ബ്ലാക്ക് മാർക്ക് ആവും. ഓക്കെ ആണോ? ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എല്ലാം ചോദിച്ച് മനസ്സിലാവും. ബുക്ക് ഇതുമാതിരി ഒന്നുമേ കൊണ്ടുപോകാൻ പാടില്ല. ആരോ ഒരാൾ ചോദിച്ചിരുന്നു എന്നോട് എക്സാം പാഡ് കൊണ്ടുപോകാൻ പാടുമോ എന്ന്. നോ, എക്സാം പാഡൊന്നും അലൗഡ് അല്ല. ഇപ്പം ഇതിൽ പറഞ്ഞതിൽ, ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഈ 2 മാത്രമാണ് അലൗഡ് ഉള്ളൂ. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് നെസസറി ആയത് കാരണം. പിന്നെ വാച്ച് യൂസ് ചെയ്യരുത് കേട്ടോ, വാച്ച് കൊണ്ടുപോകാൻ പാടില്ല കേട്ടോ. ഡിജിറ്റൽ വാച്ചൊന്നും പാടില്ല, അതൊന്നും. കാൽക്കുലേറ്റർ പാടില്ല, ഡിജിറ്റൽ വാച്ച് പാടില്ല. സിമ്പിളായി പോവും. ഡ്രസ്സൊക്കെ ഇല്ലല്ല, വാച്ച് വേണ്ട, വാച്ച് കെട്ടാൻ പാടില്ല എന്നാണ് അവർ പറയുക. സാധാ വാച്ച് ഉണ്ടെങ്കിൽ ചുമ്മാ എന്താ പറയുക, സൂചി വെച്ചിട്ടുണ്ടാവില്ലേ വാച്ച്, കെട്ടാൻ സമ്മതിക്കുമെന്ന് എനിക്ക് അറിയില്ല കേട്ടാ. ഇതിൽ പാടില്ല എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. വേണ്ട, ലാസ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട. അവിടെ ക്ലോക്കോ അല്ലെങ്കിൽ നിങ്ങൾ യു ക്യാൻ ആസ്ക് എനി ടൈം. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ മിസ്സിനോട് ചോദിക്കാം, ആ സാറിനോട് ചോദിക്കാം, സാർ എത്ര സമയമുണ്ട്, ബാലൻസ് എത്രയുണ്ട്, നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിൽ ചോദിക്കാം, അവർ പറഞ്ഞുതരും നിങ്ങൾക്ക്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ബബിൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ കൂടി ചെയ്യുക. തെറ്റിച്ചു എങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് മാറ്റി തരില്ല. ശ്രദ്ധയോടെ കൂടി ചെയ്യുക, ടെൻഷൻ വേണ്ട. ഓക്കെ, ടെൻഷനില്ലാതെ ശ്രദ്ധയോടുകൂടി അവിടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാം പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മ വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരുടെയും ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ഒപ്പം ഉണ്ട്. നിങ്ങൾ നീറ്റായിട്ട് ചെയ്തു വരിക. അതിന് ശേഷം ഹാപ്പി ആയിട്ട് നന്നായിട്ട് കിടന്നുറങ്ങുക. ഇന്നും നന്നായിട്ട് കിടന്നുറങ്ങുക, നാളെയും നന്നായിട്ട് കിടന്നുറങ്ങുക. ഹാർഡായിട്ടുള്ള ഫുഡുകളൊന്നും കൊടുക്കരുത് മക്കൾക്ക്. ബിരിയാണി അതുപോലത്തെ സംഭവങ്ങളൊന്നും കൊടുക്കരുത്. മൈൻഡ് ഒന്ന് ക്ലിയർ ആയിട്ട് ഇരിക്കട്ടെ. ഭക്ഷണം നിർബന്ധമായിട്ട് കൊടുത്തു വിടുക. ഭക്ഷണം രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിപ്പിച്ച് വേണം നിങ്ങൾ വിടാൻ കുട്ടികളെ. എക്സാം സെൻറ്ററിൽ ഒരു 9 o'clock, ഒരു 9:30 ഉള്ളിൽ തന്നെ എത്താനായിട്ട് നോക്കുക. ദൂരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ എത്താനായിട്ട് നോക്കുക. പിള്ളേർക്ക് ആ ടെൻഷനൊന്നും കൊടുക്കരുത്. ഓക്കെ, ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഫുഡ് അവരെ കൊണ്ട് കഴിപ്പിച്ചിട്ട് വിടുക. ഒരുപാട് ഹാർഡായിട്ടുള്ള ഫുഡുകളൊന്നും കൊടുക്കണ്ട. 2 മണിക്കൂർ അവർ ചിലപ്പോൾ ഉറങ്ങിപ്പോവും കേട്ടോ. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ എക്സാം റിലേറ്റഡ് ആയിട്ട്? നിങ്ങൾക്ക് എന്നാൽ ചോദിച്ചോളൂ. പാരൻസിനോടാണ് ഞാൻ ചോദിക്കുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. പാരൻസ് ഉള്ളിലേക്ക് അലൗഡ് അല്ല. നിങ്ങൾ പുറത്ത് നിന്നിട്ട് ആംഗ്യ ഭാഷയിൽ ചിലവർ അങ്ങനെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം പറയാം കേട്ടോ. ആംഗ്യ ഭാഷയിൽ അങ്ങനെ ഇങ്ങനെ എന്നൊന്നും കാണിക്കാനൊന്നും അവിടെ നിൽക്കരുത്. നിങ്ങൾ അവരെ അവിടെ വിട്ടിട്ട് ധൈര്യമായിട്ട് പുറത്ത് വന്ന് നിൽക്കുക. ഓക്കെ, അവർക്ക് കിട്ടും. എനിക്ക് വിശ്വാസമുണ്ട്, 3 പേർക്കും കിട്ടും എന്നുള്ളത് വിശ്വാസമുണ്ട്. സോ ആ രീതിയിൽ തന്നെ നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ പോകും. ഇത്രയൊക്കെ തന്നെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ടെൻഷൻ ഉണ്ടെങ്കിൽ വീണ്ടും പറയാണ്, കുട്ടികളെ ഒന്ന് ഹഗ് ചെയ്യിപ്പിച്ചിട്ട് വിടുക. ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് പറഞ്ഞിട്ട് വിടുക. എന്താടാ പറയൂ അവന്തിക, എന്താണ്? ആ ഡ്രസ്സിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ, ഈ കുത്തി തറക്കുന്ന ഡ്രസ്സ് ഇത് മാറ്റൊന്നും ഇട്ടിട്ട് പോകണ്ട. നോർമൽ ഡ്രസ്സുകൾ ഇട്ടിട്ട് പോയാൽ മതി കേട്ടോ. ആദ്യം കോട്ടൺ ഡ്രസ്സ് ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഈ കുത്തി തിറക്കുന്ന ഡ്രസ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഒരു അതൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഉണ്ടാവും. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? കഴിഞ്ഞില്ലേ? അപ്പോൾ ഇന്നിപ്പോൾ പറ്റിയെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നാളത്തെ ക്ലാസ്സിൽ ചോദിച്ചോളൂ. 6 to 7 നാളെ ക്ലാസ് ഉണ്ട്, ചോദിച്ചോളൂ കേട്ടോ. അപ്പം ഞാൻ ക്ലോസ് ചെയ്യട്ടെ, ഇനി ഒന്നുമില്ലല്ലോ. അപ്പം വീണ്ടും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഈ സംഭവം നിർബന്ധമായിട്ട് കൊണ്ടുപോവുക. ഇതൊക്കെ കയ്യിൽ കരുതുക. അവിടെ ഉള്ളിൽ അലോ ചെയ്താൽ മാത്രം കൊണ്ടുപോയാൽ മതി. ഇല്ല എൻ്റെ മിസ്സ് പഠിപ്പിച്ച മിസ്സ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ വാദിക്കാനൊന്നും നിൽക്കരുത്. പറ്റില്ല, നടക്കില്ല. അവർ പറയണത് നിങ്ങൾക്ക് അനുസരിക്കാൻ പാടുള്ളൂ. ഓക്കെ, മിസ്സുമാര് ഇത്ര മാത്രമേ എനിക്ക് പറയുള്ളൂ. ഇൻസ്ട്രക്ഷൻസ് അവർ പറയുമ്പോൾ ചെവി അവിടേക്ക് വെച്ചിട്ട് ഇരിക്കുക. അവരെന്ത് പറയുന്നോ അതിലോട്ട് ശ്രദ്ധ കാണിച്ചിരിക്കുക കേട്ടോ. പിന്നെ നെസസറി ആയിട്ട് ചെയ്യേണ്ട കാര്യം, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഈസി ആയിട്ടുള്ളത് ആദ്യം അറ്റംപ്റ്റ് ചെയ്ത് പോവുക. ടഫായിട്ടുള്ളത് കുറച്ച് സമയം എടുത്ത് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറേ സമയം കിട്ടും ചെയ്യാനായിട്ട്.
ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, ടഫിലേ പോയിട്ട് ഇരുന്നിട്ട് ലാസ്റ്റ് ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അവിടെ വിട്ടിട്ട് വരും. അപ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ, ക്ലിയർ? ക്ലോസ് ചെയ്യട്ടെ അപ്പോൾ. നാളെ കാണാം. ഓക്കെ, ബൈ. Good night.